ആര്യനെയും ജിസേലിനെയും നാറ്റിച്ച് നാറാണക്കല്ലാക്കി വിട്ടിരിക്കുകയാണ് അഭിലാഷും ബിന്നിയും. അഭിലാഷ് നോമിനേഷൻ പ്രക്രിയയിൽ ആര്യനെക്കുറിച്ചും ജിസേലിനെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം അത് പറയാം. അഭിലാഷ് പറഞ്ഞ കാര്യങ്ങൾ, ആര്യൻ ജിസേലിൻ്റെ അടിമയാണ്, ജിസേൽ ആര്യനെ അടിമയെ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ജിസേൽ ബാത്റൂം ക്ലീനിങ് ആയാലും ടോയ്ലറ്റ് ക്ലീനിങ് ആയാലും ഒക്കെ ആര്യനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ജിസേലിന് അത് ചെയ്യാൻ പറ്റില്ല, പകരം ജിസേലിന് വേണ്ടി ആര്യനാണ് ചെയ്യുന്നത്. ജിസേലിൻ്റെ ഡ്രസ്സുകൾ വരെ അലക്കി കൊടുക്കുന്നത് ആര്യനാണ്. അങ്ങനെ ഒരു അടിമയാക്കിയാണ് ആര്യനെ ജിസേൽ മാറ്റിയിരിക്കുന്നത്, അങ്ങനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആര്യൻ ഇവിടെ തുടരുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ആര്യനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ബിന്നി പറഞ്ഞ കാര്യങ്ങളും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. ബിന്നി പറഞ്ഞ കാര്യങ്ങൾ, ആര്യൻ ഇവിടെ ജിസേലിൻ്റെ പാവാട വള്ളിയായിട്ടാണ് നിൽക്കുന്നത്. കള്ളത്തരം മാത്രമേ ആര്യൻ പറയൂ. മാത്രമല്ല ജിസേൽ കിച്ചണിലെ പാചകമല്ലാതെ വേറെ ഒരു പണിയും ജിസേലിന് എടുക്കുന്നതിനോട് ഇഷ്ടമില്ല. ജിസേലിന് വേണ്ടി മറ്റെല്ലാ പണികളും എടുക്കുന്നത് ആര്യനാണ്. അതുകൊണ്ട് ബാത്റൂം ക്ലീനിങ് ആയാലും ടോയ്ലറ്റ് ക്ലീനിങ് ആയാലും ഒക്കെ തന്നെ ജിസേലിന് വേണ്ടി ആര്യനാണ് ചെയ്യുന്നത്. ആര്യൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ജിസേൽ. ജിസേൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആര്യൻ അതെന്താണെന്ന് പോലും അറിയാതെ ജിസേലിനെയും ന്യായീകരിക്കുന്ന ഒരു ആര്യനുമുണ്ട്. അതുകൊണ്ട് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നാറ്റിച്ച് വിട്ടിരിക്കുകയാണ് ഇവരെ രണ്ടാളെയും, ബിന്നിയും അഭിലാഷും.